അതിനോട് വിയോജിക്കും. ഒരു ആക്ടർ ഒരു സിനിമ ഒരു ആക്ടറുടെ നന്നായി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നന്നായി എന്നുള്ളത് കൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. അദ്ദേഹം വ്യത്യസ്തമായ സിനിമകൾ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ കാമ്പുള്ള കഥയും നല്ല തിരക്കഥയും ഉള്ള സിനിമകളെ ചെയ്യാവൂ. അല്ലാണ്ട് ഇതേപോലത്തെ സിനിമകൾ തന്നെ റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ന്യൂ ജനറേഷൻ ഫിലിമാണ്. ഇത് ന്യൂ ജനറേഷൻ ഫിലിം അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇന്നുണ്ടായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവില്ല. ഇത് മുഴുവൻ 50 വയസ്സിനും മീതിയുള്ള ആൾക്കാരൊന്നല്ല കാണുന്നത്. എല്ലാ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും കാണുന്നുണ്ട്. ഇത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ കഥ തന്നെയാണ്. ഇമാനുവൽ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ കഥ തന്നെയാണ്. ഇതൊരു ന്യൂ ജനറേഷൻ ഫിലിം തന്നെയാണ്. ഈ സംവിധായകൻ്റെ പ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷൻ. പുതിയ പാറ്റേണിലുള്ള കഥകൾ, പുതിയ രീതിയിലുള്ള അപ്രോച്ച്, അതിനെയാണ് ന്യൂ ജനറേഷൻ സിനിമകളെന്ന് വിളിക്കേണ്ടത്. ഇപ്പോൾ മീഡിയയിലുള്ള ആളുകൾ ഈ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത് ഏത് തരം സിനിമകളെയാണെന്ന് എനിക്കറിയില്ല. പുതിയ കാലഘട്ടത്തിൻ്റെ സിനിമകളിൽ ഉൾപ്പെടുത്താവുന്ന സിനിമ തന്നെയാണ് ഇമാനുവൽ. ന്യൂ ജനറേഷൻ മൂവീസിനെ അംഗീകരിക്കില്ല എന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ന്യൂ ജനറേഷൻ മൂവീസ് എന്ന് പറഞ്ഞ മൂവീസ് ഉണ്ട്, പുതിയ കാലഘട്ടത്തിൻ്റെ സിനിമകളുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് 80കളിൽ അത് പത്മരാജനും ഭരതനും KG ജോർജും മോഹനും ഒക്കെ നയിച്ച ഒരു സ്ട്രീമായിരുന്നു അത്. അന്ന് അത് പുതിയ കാലഘട്ടത്തിൻ്റെ സിനിമ. അന്ന് തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് ഉള്ളൂ. നവ സിനിമകൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് ഉണ്ടായിരുന്ന സിനിമയിൽ നിലനിന്നിരുന്ന ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള സിനിമകളാണ്. അതുപോലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ, കമേഴ്ഷ്യൽ ഫിലിംസിൻ്റെ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൻ്റെ കഥകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ചെറുപ്പക്കാരുടെ കഥകൾ വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ മധ്യവയസ്സിലുള്ള ഒരാളുടെ കഥയാണ് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. ഇതിൽ തന്നെ ഈ കാലഘട്ടത്തിൽ യങ്സ്റ്റർ വരുന്നുണ്ട്. അതിൻ്റെ പ്രതിനിധിയും ഈ സിനിമയിലുണ്ട്. രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാം. പക്ഷേ ബേസിക്കലി എന്ത് പേരിട്ട് വിളിച്ചാലും ഞാൻ വിശ്വസിക്കുന്നത് നല്ല സിനിമയും ചീത്ത സിനിമയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നല്ല സിനിമയാണോ ചീത്ത സിനിമയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് ഏത് ജനറേഷനിൽ പെടുന്ന സിനിമയാണ്, എന്താണ് ഇതിനെ വിളിക്കേണ്ടതെന്നൊക്കെ പിന്നെ നിരൂപകരുടെയും നിങ്ങൾ മീഡിയയുടെയും തീരുമാനമാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ എല്ലാ സംവിധായകരും ശ്രമിക്കുന്നത് വ്യത്യാസമുള്ള സിനിമകൾ ചെയ്യണം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ എന്തായാലും ആഗ്രഹം അങ്ങനെയാണ്. ഒരു സിനിമയും കഴിഞ്ഞ സിനിമയും ഈ സിനിമയും തമ്മിൽ ഒരു ബന്ധവുമില്ല. തിയേറ്ററിൽ വരുമ്പോൾ മാത്രം ഇയാളുടെ സിനിമ എങ്ങനെയുണ്ടാവും, എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയാൻ പാടുള്ള ഒരു സംവിധായകൻ്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ ഇമാനുവൽ കണ്ട ആളുകൾ ഡയമണ്ട് നെക്ലസും അയാളും ഞാനും പോലെ ഉള്ള സിനിമയല്ല, അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിഷയത്തിലുള്ള മാറ്റം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ ശ്രമിക്കുന്നത് വിഷയത്തിലും പശ്ചാത്തലത്തിലും എന്തെങ്കിലും മാറ്റങ്ങളുള്ള സിനിമകൾ ചെയ്യാൻ, അല്ല കഥകൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അല്ല, ഇത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു പെൺകുട്ടി പറഞ്ഞ് നന്മ കൂടിപ്പോയി എന്ന് പറഞ്ഞു. ഒരു സിനിമ പയ്യൻസ് എന്താ പറഞ്ഞിട്ടൊരു ബ്ലോഗിൽ ഒരാൾ ഇതിനെ അടച്ചാക്ഷേപിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയയിൽ സുഹൃത്ത് ഇത് ഏതോ 3 ഇംഗ്ലീഷ് സിനിമകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പേരുകൾ കേൾക്കുന്നത്. ഈ സിനിമയ്ക്കും ഒരു ഇംഗ്ലീഷ് വെർഷന് ഉണ്ടെന്നുള്ളൊരു ആരോപണം. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ചില ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എത്ര നല്ല സാധനം കൊണ്ടെന്ന് വെച്ചാലും അതിലെ എന്താണ് കുഴപ്പമെന്ന് കാണാൻ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അതിനെ ഭർസിക്കാൻ, അല്ലെങ്കിൽ അതിനെ അപമാനിക്കാൻ, അതിനെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിയില്ല എന്ന് ആളുകൾ വിചാരിക്കുമെന്ന് കരുതിയിട്ട് അത് കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭക്ഷണം മേടിക്കണമെന്നുള്ളത് അയാളുടെ പൂർവ്വജന്മ ദുഷ്കൃത്യങ്ങളുടെ ഫലമാണ്, പാപഫലമായിരിക്കും. അല്ലാതെ ഒരു ആളുടെ പ്രയത്നത്തിന്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രയത്നത്തിന് അപമാനിച്ചിട്ട് തന്നെ തൻ്റെ തൊഴിൽ ചെയ്യണമെന്ന് ഒരാൾ തീരുമാനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല.
മറ്റേ മീഡിയയിൽ ഈ ഇതിൽ എന്താ പറയണ്ടത്, സോഷ്യൽ നെറ്റ്വർക്കുകളിലെ എഴുത്തിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നുള്ളതാണ്. കാരണം പല അത്തരം നിരൂപണങ്ങളും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ലൈക്ക് അത് അവൻ തന്നെ ഇട്ടതായിരിക്കും, വേറെ ആരും വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ നമ്മുടെ സിനിമയെക്കുറിച്ച് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി എല്ലാം അന്വേഷിച്ച് പിടിച്ച് വായിക്കും. പലതിനും ഒരു വായനക്കാരൻ പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ല. ഓരോരുത്തർ അവരവരുടെ എന്താ പറയേണ്ട ഉള്ളിലെ വിഷം വമ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ അവരവരുടെ ഫ്രസ്ട്രേഷൻ പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു. അത് എഴുതി തീരുമെങ്കിൽ തീരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.